ഈ സ്വാമിമാർക്കൊക്കെ വിനയം കാണും. അവർക്ക് മറ്റുള്ളവരെ ബഹുമാനിക്കാൻ അറിയാം. സംസാരിക്കുന്നതൊക്കെ കേട്ടാലേ നമ്മളങ്ങ് കേട്ടിരുന്നു പോകും. ഇത് ചുമ്മാ കേൾക്കുമ്പോൾ തന്നെ നമുക്ക് ചൊറിഞ്ഞങ്ങ് കയറും. അത് സുലുത എല്ലാത്തിലും ഉണ്ടാവൂലേ നല്ലതും ചീത്തയും. എനിക്ക് തോന്നണം എന്താ അറിയാമോ, അമ്മ കറങ്ങി കറങ്ങി ചെന്ന് പെട്ടുപോയക്കണ ഏതോ പൊട്ട ആശ്രമത്തിലാ. അത് കറക്റ്റ്. സത്യം പറ, വന്നവരോട് തല്ലുണ്ടാക്കിയോ? ജമാല, നീ എന്താ അങ്ങനെ ഒരു വർത്താനം പറഞ്ഞേ? ഞാൻ എന്തേ കണ്ടവരോടും പോകുന്നവരോടും ഒക്കെ തല്ലുണ്ടാക്കിക്കൊണ്ടിരിക്കുവാണോ? എന്റെ എത്താനെനിക്ക് അറിയൂലേ. പല സ്ഥലത്തുനിന്ന് ഭാഗ്യം കൊണ്ട് രക്ഷപ്പെട്ട് തല്ല് കിട്ടാണ്ട്. അപ്പുണ്ണേട്ടാ, എന്തായാലും അവര് വീട് മുഴുവൻ അരിച്ചു പെറുകി പരിശോധിക്കുന്നുണ്ട്. മിക്കവാറേ തൊഴുത്തിലും വന്ന് പരിശോധിക്കാൻ സാധ്യതയുണ്ട്. തൊഴുത്തിലേക്ക് വന്നിട്ട് എന്താ പുല്ലും ചാണകം കൊണ്ടുപോകാനോ? അയ്യോ, അതല്ല. വിശദമായിട്ട് പഠിച്ചിട്ട് റിപ്പോർട്ട് സ്വാമിനി നാഗചൈതന്യക്ക് കൊടുക്കാൻ. റിപ്പോർട്ടൊക്കെ കൊടുക്കാൻ ഇവരെന്താ ബാങ്ക് കിടന്നുണ്ടോ അവിടെ? അതൊന്നും എനിക്കറിയത്തില്ല. അതൊന്നും അല്ല കാര്യം. നമ്മുടെ സീതേച്ചി അല്ലേ ആള്. സീതേച്ചി ആശ്രമത്തിൽ ചെന്നിട്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കി കാണും. ഈ സ്വാമിമാരെല്ലാം കൂടെ സീതേച്ചിയുടെ പെടലിക്ക് പിടിച്ച് പുറത്തിറക്കാൻ നോക്കിയപ്പം സീതേച്ചി കരഞ്ഞ് കാല് പിടിച്ച് പറഞ്ഞു കാണും, എനിക്കുള്ളതെല്ലാം നിങ്ങൾക്ക് എഴുതി തരാം, എന്നെ പുറത്താക്കരുത് എന്ന്. അതാണ് സംഭവിച്ചിരിക്കുന്നത്. അത് കറക്റ്റ് ആയിട്ടോ പുണ്യേട്ടാ. അമ്മയുടെ സ്വഭാവത്തിന് തന്നെ ആയിരിക്കും ഉണ്ടായിരിക്കും. എന്തായാലും അപ്പുണ്ണേണ്ണ ഒന്ന് കരുതിയിരുന്നു കേട്ടോ. ഞാനെന്തിനാ കരുതിയിരിക്കണേ? എന്താ സീതേച്ചി അപ്പുണ്ണി എഴുതി കൊടുത്തോ അവർക്ക്? അതല്ല ഉമ്മ, തൊഴുത്തിന്റെ കാര്യത്തിൽ ഒരു ശ്രദ്ധ വെച്ചോന്ന്. തൊഴുത്ത് നോക്കാനാ അവരിങ്ങോട്ട് വരട്ടെ. അല്ല പുണ്യേട്ടാ, നന്ദിനി രമണി എവിടെ? പറമ്പിലുണ്ട്. അതെ, അവരെ ഇപ്പോഴൊന്നും ഇങ്ങോട്ട് കൊണ്ടുവരണ്ടാട്ടോ. അവര് പോയി കഴിഞ്ഞ് കൊണ്ടുവന്നാ മതി. പിന്നെ ഇനി അഥവാ അവര് ചോദിക്കുകയാണെങ്കിൽ നന്ദിനി രമണി മനജയിച്ചിടെ എന്ന് പറഞ്ഞാൽ മതി. അങ്ങനെ പറയണേ? അല്ലെങ്കിൽ അവര് കൊണ്ടുപോയാലോ? എന്നാ നീ ഒരു പണി, നീ പറമ്പന്നേ കുറച്ചുകൂടി അങ്ങോട്ട് കൊണ്ട് കെട്ടുകയറ്റല്ലേ കേട്ടോ. ഒന്ന് പോയി ഞാൻ കേട്ടിട്ട് വരാം. അല്ലേ, ഞാനും വരാം. എന്തിന്? ഞാൻ അപ്പുറത്തോട്ട് പോയി സ്വാമിമാരെ കണ്ടാ വല്ല ചൊറിഞ്ഞ വർത്താനം ഞാൻ പറഞ്ഞു. അത് വേണ്ട. എന്തൊരു കഷ്ടം നോക്കിയേ. ഈ വീട്ടിലൊരു സൗകര്യമല്ലേ ഇപ്പോ. എന്തായാലും പണി ഉറപ്പാണ് പുണ്ണി. വല്ലാതെ പരിപാടി കേട്ടോ സീതേച്ചി കാണിച്ച്. നീയേ ഞാൻ പോയിട്ട് ഒരു ബക്കറ്റ് വെള്ളം കിടത്തേ. അയ്യോ, ഞാൻ ലീവായിരുന്നു, നിക്കാതിന് പോവാണ്ട്. ആ വെള്ളം കൊണ്ട് തന്നെ നിൽക്കാനും പോയാൽ മതി. അല്ല, ഷർട്ട് നല്ല ഞാൻ കൊടുത്തരാം. നമ്മളെ സ്വാമി സൂക്ഷിച്ചിറങ്ങണം, വഴുക്കലുണ്ട്. മുന്നറിയിപ്പ് തന്നതിന് നന്ദിയുണ്ട് ശിവസ്വാമി. തറവാട്ടിൽ ഈ ജലാശയത്തെ പറ്റി സീതാലക്ഷ്മി വാദോരാതെ സംസാരിച്ചിട്ടുണ്ട്. അല്ല, ഈ കുളത്തിനെ പറ്റി മാത്രമേ അവള് പറഞ്ഞുള്ളൂ. ഈ വീട്ടുകാരെ പറ്റി ഒന്നും പറഞ്ഞില്ല. വീട്ടുകാരെ പറ്റി പറഞ്ഞു, അത് പിന്നീട് പറയാം. തറവാടിനൊക്കെ പ്രായമുണ്ടല്ലോ ഈ കുളത്തിന്. അപ്പൊ കുളം കുഴിച്ചതിന് ശേഷമായിരിക്കും തറവാട് പണിതിരിക്കുന്നത്, അല്ലയോ? എന്ത് കറക്റ്റാ. ഇവിടുത്തെ ഞങ്ങളുടെ പഴയ കാരണവര് മഹാകച്ചറായിരുന്നു. പുള്ളി തറവാട് കുളം തൊട്ടിട്ടാണ് ഈ കുളം ഉണ്ടാക്കിയത്. പക്ഷെ പിന്നീട് വന്ന കാരണവര് അടിപൊളിയായിരുന്നു, പുള്ളി തറവാട് ഉണ്ടാക്കി. ഉത്തമ, നീയും കൂടി ഇനി ചരിത്രം വിളമ്പാൻ നിൽക്കണ്ട. അതിന് ചരിത്രം എന്തെങ്കിലും പറഞ്ഞിട്ട് വേണ്ടേ അവന് വിശദീകരിക്കാന്. അല്ല സ്വാമിമാരെ, നിങ്ങൾ ഈ ആശ്രമത്തിന് സ്ഥലം അന്വേഷിക്കാൻ വന്നിട്ട് ഈ കുളത്തിന്റെ ചുറ്റും കിടന്ന് കറങ്ങണം എന്താ? എന്റെ പങ്കു, അതെ, അവര് കുളത്തിന്റെ ചുറ്റും കിടന്ന് കറങ്ങോ കറങ്ങാണ്ടിരിക്കോ എന്താന്ന് വെച്ചാ ചെയ്തോട്ടെ. ആത്മീയതയെ കുറിച്ച് നീ കൂടുതൽ വിശദീകരിക്കാൻ നിൽക്കണ്ടാ. അമ്മാവാ, ഈ ആത്മീയതയും രാഷ്ട്രീയവും ഒരിക്കലും ചേരൂല. എല്ലാവരും ഒന്ന് കുറച്ചു നേരം മിണ്ടായിരിക്കാവും. ഇത് ഞാൻ അങ്ങോട്ട് പറയായിരുന്നേ. ഒന്നും മിണ്ടായിരിക്കില്ല. നീ ഒന്ന് വായടക്കുന്നേ ആദ്യം. എന്താ സ്വാമി, വരാലിനെ കണ്ട? എന്താ സ്വാമി, കുഴപ്പം വല്ലതും ഉണ്ടോ? വരാലിനല്ല, വെള്ളത്തിന് ഒരു കുഴപ്പമില്ല. സവിശേഷമായ സ്ഥാനത്താണ് ഈ കുളം പണിതിരിക്കുന്നത്. അതുകൊണ്ട് ഈ കുളത്തിലെ വെള്ളത്തിനും ഒരു ദിവ്യത്വമുണ്ട്. ഈ നാറിയ വെള്ളത്തിനാ. അതെ, നാറിയ വെള്ളം നിനക്ക്,
അവര് സന്യാസിമാരാ, അവർക്ക് ദിവ്യദൃഷ്ടിയുണ്ട്, അവർക്ക് പലതും കാണാൻ പറ്റും. ഇതിന് ദിവ്യദൃഷ്ടി എന്നല്ല പറഞ്ഞ മൂക്കടപ്പുന്ന മണം കിട്ടുണ്ടാവൂല. എന്റെ ദൈവമേ, ഒന്നും മിണ്ടോണ്ടിരിക്കണോ നീ ഒന്ന്. അല്ല സ്വാമി, ഈ കുളം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സ്ഥിതിക്ക് കുളം നേരെ ആശ്രമത്തിലേക്ക് കൊണ്ടുപോകാനുള്ള പരിപാടിയാണോ? അതല്ലെങ്കിൽ ഈ വെള്ളം മുഴുവൻ ടാങ്കറിൽ അടിച്ച് ആശ്രമത്തിലേക്ക് എത്തിക്കാനുള്ള പരിപാടിയായിരിക്കും അല്ലേ? എന്തിന് ആശ്രമം തന്നെ ഇങ്ങോട്ട് വരുന്ന സ്ഥിതിക്ക് എന്തിനീ കുളം അങ്ങോട്ട് കൊണ്ടുപോകണം? എടാ ഭംഗിയേ, അപ്പൊ കുളത്തിന്റെ കാര്യം ഒരു തീരുമാനമായടാ. അതെ അതെ അതെ. അല്ല സ്വാമി, നിങ്ങൾ ഈ ആശ്രമത്തിൽ കഴിയുന്ന ആളുകൾക്ക് കുളം എന്തിനാ? മീൻ വളർത്താനുള്ള പരിപാടി ഉണ്ടോ? മീൻ വളർത്താനാണെങ്കിൽ പിലോപ്പിന് ഇട്ടാൽ മതി, ഗിഫ്റ്റ് പിലോപ്പി. അതാകുമ്പോ നഷ്ടം വരില്ല. അതെ. എടോ മീൻ വളർത്താറൊന്നും അല്ലടോ, പിന്നെ ചെമ്മീനാ. എടോ ആശ്രമം തുടങ്ങിക്കഴിഞ്ഞാൽ ഈ കുളത്തിലായിരിക്കും സ്വാമിനി നാഗചൈതന്യയുടെ നീരാട്ട്. ചൊറിഞ്ഞു നാശാവട്ടാ. ആശ്രമം തുടങ്ങി കഴിയുമ്പോൾ ഈ കുളത്തിലേക്ക് ഭക്തജനങ്ങളുടെ ഒഴുക്കായിരിക്കും. ഈ പുള്ളി എന്ത് പൊട്ടൻ സ്വാമിയാണ്? ഒഴുക്കൊക്കെ പുഴയിലല്ലേ, ഇത് കല്ല് കെട്ടി കുളം ഇവിടെ ഒഴുക്കുണ്ടാവൂല. ഇയാള് വന്നപ്പോ ഇവിടെ തുടങ്ങിയാണ് ഒരുമാതിരി ചൊറിച്ചില്. അയ്യോ, അത് കാര്യമാക്കണ്ട സ്വാമി, ഇവനെ ജന്മന എങ്ങനെയാ പൊട്ടനാ. അതെ, നമുക്കൊരു കാര്യം ചെയ്താലോ, പർണശാല പണിയുന്ന സ്ഥലം ഒന്ന് പോയി നോക്കാം. എന്നാ വരും. സൂക്ഷിച്ച്. തിരിഞ്ഞുപോയി. അറിയാൻ മേലായിട്ട് അതെ, നിങ്ങൾ വന്നില്ലേ പർണശാല പണിയുന്ന സ്ഥലം കാണാൻ? അയ്യോ ഉത്തമസ്വാമി ചെന്നാട്ടെ, ഞങ്ങൾക്ക് ഈ പ്രഹസനം കാണാൻ. അതെ അതെ. അല്ല, ഈ പർണശാല എന്ന് പറഞ്ഞാൽ എന്താണ്? അത് വായ തോന്നിയത് പറയുമ്പോ സ്വാമിമാര് കർണവട അടിച്ചു പൊളിക്കും. അപ്പൊ കൊണ്ടുപോയി കിടത്താനുള്ള സ്ഥലമാണ് പർണശാല. ആശുപത്രി അങ്ങനെ പറയണ്ട, അതല്ലേ നമുക്ക് മനസ്സിലാവുള്ളൂ. അവരടിച്ചു പൊളിക്കും. എന്തൊക്കെയാ ഭംഗി കാണുന്നത്? എന്താ നടക്കണേന്ന് നോക്കാലോ. ആ, നമുക്കൊന്ന് പോവാം. അപ്പോഴേ ആ വന്നവർക്ക് ഇന്ന് ഉച്ചയ്ക്ക് ഊണ് കൊടുക്കാനുള്ളത്, അല്ലാതെ ഇത് നാളത്തേക്കല്ല. ഒന്ന് കൈയണങ്ങി വല്ലതും ചെയ്യ്. ഞങ്ങളിവിടെ കൈ അടങ്ങിയാ ചെയ്തോണ്ടിരിക്കുന്നത്. എന്നാ പിന്നെ ഇങ്ങനെ അപ്പ ചെയ്യേ. ഞാൻ ചെയ്തിട്ട് നീയൊക്കെ എത്തുന്നത് തന്നെ. ആണോ? ഇത് ചെയ്യാനും വയ്യ, എന്താ വകുപ്പിക്കല്ലോ. അയ്യോ, അതിന് വേദനിക്കും. ഇപ്പൊ അതൊക്കെ ചുരണ്ടു. പെട്ടെന്ന് നടറി, അവർക്ക് ചോറ് കൊടുക്കാനുള്ളതാ. അപ്പച്ചി അതല്ലേ ഞാൻ ഇപ്പൊ ചെയ്തോണ്ടിരിക്കുന്നേ. ആ, അത് മനസ്സിലായി. ഇങ്ങനെ പിന്നെ വൃത്തിക്ക് ചെയ്യണ്ടേ? ഇവരെ കൂടെ ഒന്നും പറയിപ്പിക്കരുത് കേട്ടോളെ കാര്യം ഞാൻ പറഞ്ഞേക്കാം. വെച്ചേ അങ്ങോട്ട് കൊടുക്ക്, ചുരണ്ടിക്കൊണ്ടിരിക്കണം. നിന്റെ തള്ളയോട് പറഞ്ഞേക്കണം മര്യാദക്ക് ഇരുന്നോളാൻ കേട്ടോ. നിന്റെ അമ്മായിയോട് പറഞ്ഞേക്കണം മര്യാദക്ക് ഇരുന്നോളാൻ. ചുമ്മാരി നീ പൊടിയെടുത്തു. ഇച്ചിരി തേങ്ങ ചുരണ്ടാവോ? ഞാൻ അങ്ങോട്ടൊന്നും നിന്നെ എടുത്തിട്ട് ചേർന്നു ഉള്ള കാര്യം പറഞ്ഞേക്കാം. ചുമ്മാരി രസമല്ലേ. ഈ വഴുതനങ്ങ സാമ്പാറിനാണോ അവിയലിനാണോ? അതൊരു സ്കെയിൽ എടുത്ത് വെച്ച് അളവ് മുറുക്കി. അല്ല, ഞാൻ മുറിക്കുന്ന ചോദിച്ചില്ല, സാമ്പാറിനാണോ അവിയലിനാണോ? അത് അവളോട് ചോദിക്കും. സാമ്പാർക്ക്. സാമ്പാർക്ക് പെട്ടാതിരിക്കുമ്പോ അവിടെ മാങ്ങ വരെ തെറിച്ചു പോയി പേടിച്ചിട്ട്. നീ എങ്ങനെ സഹിക്കൂടീന്ന്? അച്ചാറുണ്ടാക്കാനാണോ? ആ. നിങ്ങളിത് എന്ത് ചെയ്യുക? ഞങ്ങളോട് സദ്യ ഉണ്ടാക്കുക. സദ്യ ഉണ്ടാക്കുന്നോ? നിങ്ങൾ ഇതൊക്കെ എന്തിനുള്ള പുറപ്പാടാ? അതെ, ഇവിടെ വന്നവർക്ക് ഉച്ചയ്ക്ക് ഭക്ഷണം കൊടുക്കണമെന്ന് രാധാലക്ഷ്മി പറഞ്ഞു. പാർട്ടി ഓഫീസിലെങ്ങാനും ഇത് അറിഞ്ഞുണ്ടല്ലോ, ഞാനും പങ്കജാക്ഷൻ ജില്ലാ കമ്മിറ്റിയിൽ വിശദീകരണം കൊടുക്കേണ്ടി വരും. അയ്യോ, ഇവിടുത്തെ അടുപ്പിനകത്ത് ഇച്ചിരി ചോറുണ്ടാക്കുന്നതിന് നിങ്ങളുടെ ജില്ലാ കമ്മിറ്റിയിൽ എന്തിനാ ഈ വിശദീകരണം കൊടുക്കുന്നേ? അല്ലേ കുറച്ച് ചോറും കറിയല്ലേ ഉണ്ടാക്കിയുള്ളൂ, അല്ലാതെ ബോംബൊന്നും അല്ലല്ലോ. അതെ, ആൾദൈവങ്ങൾക്കെതിരെ സന്ധിയില്ലാത്ത സമരം ചെയ്യുന്ന വ്യക്തിയാണ് ഞാൻ. എന്റെ ഭർത്താവിന്റെ തറവാട്ടിൽ ഇങ്ങനെയുള്ളവർക്ക് സദ്യ ഒരുക്കിന്നറിഞ്ഞ അയ്യോ, വീട്ടിൽ വരുന്നവർക്ക് നമ്മൾ ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുന്നു, അതൊരു മര്യാദയല്ലേ? അതെ, നമ്മുടെ തറവാട് കൊണ്ടുപോകാൻ വന്നിരിക്കുന്ന ആൾക്കാരാണ് അവരോട് ഈ മര്യാദ കാണിക്കേണ്ട കാര്യമൊന്നുമില്ല. അമ്മായിക്ക് അങ്ങനെ പറയാം. അമ്മായിയെ ഇവിടെ അധികം ഉണ്ടാവാറില്ലല്ലോ. അവർക്ക് എന്തെങ്കിലും ഇഷ്ടക്കേടുണ്ടാ കുഞ്ഞമ്മയോട് ഞങ്ങളെ സമാധാനം പറയണ്ടേ? ഈ വന്നവർക്ക് ഇത്തിരി ഭക്ഷണം കൊടുക്കുന്നത് ഇത്ര വലിയ പ്രശ്നമാ? എനിക്ക് മനസ്സിലാവുന്നത് നിങ്ങൾ എന്തിനാണ് ആ രാധാലക്ഷ്മി ഇങ്ങനെ സപ്പോർട്ട് ചെയ്യുന്നത്? ഞങ്ങള് സപ്പോർട്ട് ചെയ്തൊന്നുമില്ല. പ്രത്യേക
പ്രത്യക്ഷത്തിൽ സപ്പോർട്ട് ചെയ്തു എന്നല്ല ഞാൻ പറഞ്ഞത്, പക്ഷെ പരോക്ഷമായിട്ട് നിങ്ങളത് ചെയ്യുന്നുണ്ട്. എന്നാ നമുക്ക് ഇവിടെ ചോറേ വെക്കണ്ടെന്ന് വെക്കാം. എന്നാണോ ഞാൻ പറഞ്ഞത്? അങ്ങനെ തന്നെ പറഞ്ഞത്. ഞങ്ങൾ 4 പേരും കേട്ടതാ, അങ്ങനെ തന്നെ പറഞ്ഞു. പറഞ്ഞാ മനസ്സിലാകാത്തതിനോടൊക്കെ ഞാൻ എന്നാ പറഞ്ഞ് മനസ്സിലാക്കാനായിട്ടാ? നിങ്ങക്ക് ഇഷ്ടമുള്ളപോലൊക്കെ അങ്ങ് ചെയ്. വന്ന് കയറിയവർക്ക് ഭക്ഷണം കൊടുത്തു, എനിക്ക് ഒരു കുഴപ്പമില്ല. എന്ന് പറഞ്ഞത് എവിടെ പോവാ? ഞാൻ പോവാ. ഇച്ചിരി അവിയലിന് അരിഞ്ഞു തന്നിട്ട് പോവും. അയ്യ, തന്നെത്താനും കൂടെ ചെയ്തോണ്ടാ മതി. വിലക്കള്ളി പണി എടുക്കാതിരിക്കാനുള്ള അവിടെ അടവ് കണ്ടോ? അപ്പച്ചെ പോലെ തന്നെ ഓടിയിരുന്നു. ചിരിക്കാതെ ചുമ്മാ അല്ലേ, ഞാൻ മുത്തിനെ വെറുതെ ഇങ്ങനെ പറയുന്നതല്ലേ. ഓ, അപാര മനുഷ്യൻ തന്നെ. സീതേച്ചി ഇത്രയൊക്കെ ഒപ്പിച്ചു വെച്ചിട്ടും ആ ഫോട്ടോയിൽ നോക്കി സീതേച്ചിയുടെ സൗന്ദര്യം ആസ്വദിക്കുന്നു നോക്കി. ബൽറാമേട്ടോ. മജീദോ? വാ. ഓ, മജീദേ. ഓ, അപ്പൊ കാര്യങ്ങളൊക്കെ അറിഞ്ഞായിരുന്നല്ലോ. ഞാൻ അറിഞ്ഞായിരുന്നു ബൽറാമേട്ടാ. അല്ല, സ്വാമിമാര് വന്നിന്ന് നോക്കിയിട്ട് പോയല്ലേ? പിന്നെ അവര് നോക്കി. എന്നിട്ട് എന്തോ പറഞ്ഞു? കാര്യങ്ങളൊക്കെ ഏതാണ്ട് ഒരു ധാരണയൊക്കെ ആയെന്നാ തോന്നുന്നത്. ആണോ? അല്ല, അവര് ബൽറാമേട്ടനോട് വല്ലതും പറഞ്ഞായിരുന്നു? എന്നോടൊന്നും അവരൊന്നും പറഞ്ഞില്ല. പിന്നെ അവർ പോകാൻ നേരത്ത് രാധാലക്ഷ്മി ദൂരോട്ട് മാറ്റി നിർത്തി എന്തൊക്കെ പറയുന്നത് കണ്ടായിരുന്നു. കുഞ്ഞമ്മയല്ലേ ഇപ്പൊ കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്ന വാപ്പാ. അല്ല ബൽറാമേട്ടാ, അപ്പച്ചി എന്ത് പറയുന്നു? അവർക്ക് വല്ല മുറിവുറുപ്പുണ്ടോ? പിന്നെ അവർക്ക് മുറിവുറുപ്പ് കാണാതിരിക്കുവോ? ഇവിടെ നമുക്കൂടെ അവകാശപ്പെട്ട സ്വത്തല്ലേ എഴുതി കൊടുക്കാൻ പോന്നേ. പക്ഷെ സ്വാമിമാര് വന്നപ്പോ അപ്പച്ചിക്ക് ഭയങ്കര ആവേശമായിരുന്നു കേട്ടോ. ഭക്ഷണം കൊടുക്കാനും ഇവിടെ എല്ലായിടവും കൊണ്ട കാണിക്കാനും ഒക്കെ. എന്നാലും കഷ്ടമായി പോയി വാപ്പാ. വിദേശത്തൊക്കെ ഇങ്ങനെ സ്വത്ത് എഴുതി കൊടുക്കുന്നതേ പതിവുള്ള കാര്യമാ. ഇപ്പൊ ബിൽഗേറ്റ്സ് ഒക്കെ അവരുടെ സ്വത്തിന്റെ 3/4 ഭാഗം ഇങ്ങനെ ചാരിറ്റിക്ക് വേണ്ടി എഴുതി കൊടുത്തേക്കുന്നേ. മോളെ, അതൊക്കെ ഈ സ്വത്തുള്ളവരല്ലയോ? അല്ല, എനിക്ക് അറിയാൻ വേണ്ടി ചോദിക്കുക. ഈ തറവാട് ഈ പറമ്പും ഒക്കെ എഴുതി കൊടുക്കാൻ സീതയ്ക്ക് എങ്ങനെ മനസ്സ് തോന്നി? അതാ ഞാൻ ആലോചിക്കുന്നത്. എനിക്കത് ഭയങ്കര വിഷമമായി പോയി മജീദ്. അത് പറയരുത് ബൽറാമേട്ടാ. ഇപ്പൊ ഈ എഴുതി കൊടുക്കാനായിട്ട് അവിടെ വീടിന്റെ വലിപ്പോ പറമ്പിന്റെ വിസ്തീർണ്ണമൊന്നും ഒരു പ്രശ്നമല്ല. ഇപ്പൊ തന്നെ എന്റെ വീടിന്റെ 4 വീടപ്പുറത്തുള്ള ഒരു 2 നില വീട് ബൽറാമേട്ടന് അറിയാവോ? പച്ച അടിച്ച വീടാണോ? പച്ച പെയിന്റ് അടിച്ച വീട്. അത് എന്റെ കൂട്ടുകാരൻ അബൂബക്കറിന്റെ വീടാ. ഈ അബൂബക്കർ എന്ന് പറഞ്ഞ സെയ്താലിക്കയ്ക്ക് ഒറ്റ മോന. ഒരു ദിവസം ഈ അബൂബക്കറിന്റെ ഭാര്യ, അതായത് സെയ്താലിക്കയുടെ മരുമോൾ ഉണ്ടാക്കിയ ചപ്പാത്തിക്ക് കനം കൂടിപ്പോയെന്നും പറഞ്ഞ് ഈ സെയ്താലിക്ക ഈ വീടും പറമ്പും എല്ലാം കൂടെ എഴുതി അനാഥാലയത്തിന് അങ്ങ് കൊടുത്തു. എന്നിട്ട് എന്തായി? എന്നിട്ട് എന്താവൻ അവസാനം സെയ്താലിക്കയും ഈ അനാഥാലയത്തിൽ തന്നെ ചെന്ന് വിട്ടു. കഴിഞ്ഞ ആഴ്ച പുള്ളിക്കാരൻ വന്നായിരുന്നു. അപ്പൊ ഞാൻ റോഡിൽ വെച്ച് കണ്ടു. എന്നെ കണ്ടതും കണ്ണ് കലങ്ങിയിട്ട് ഒരു വർത്താനം പറഞ്ഞു. വീടും പറമ്പ് അനാഥാലയത്തിന് എഴുതി കൊടുത്ത അബദ്ധമായി പോയെന്നാണോ വാപ്പാ? അല്ല, മരുമോൾ ഉണ്ടാക്കി കൊടുക്കുന്ന ചപ്പാത്തിയെക്കാട്ടിയും കനം കൂടിയതാണ് ഇപ്പൊ അനാഥാലയത്തിൽ കിട്ടുന്നതെന്ന്. ചപ്പാത്തിക്ക് കനം കൂടിപ്പോയതുകൊണ്ടാ സെയ്താലിക്കയുടെ വീടും പറമ്പ് പോയതെന്ന് പറയാം. ഇവിടെ ഇപ്പൊ അച്ഛൻ എന്ത് ചെയ്തിട്ടാ? മജീദേ, കഞ്ഞിക്ക് ഉപ്പില്ലെങ്കിൽ കറിക്ക് എരിയില്ലെങ്കിൽ ഒരു പരാതിയും പറയാതെ അവൾ എന്താ തരുന്നെന്ന് വെച്ചാ മേടിച്ച് കഴിച്ച ചെണീറ്റ് പോന്നവനാ ഞാൻ. എന്നോടാ മജീദേ അവൾ ഈ ചതി ചെയ്തത്. എന്തൊരു ഹതഭാഗ്യം. അതെ, നല്ല കഷ്ടം തന്നെ. അതെ, എന്നാ പിന്നെ നിങ്ങൾ 2 പേരും കൂടി ഒരു വർത്താനം പറഞ്ഞിരിക്കേ. ഞാൻ പോയിട്ട് ബാക്കിയുള്ളവർ വിഷമത്തിൽ പങ്കുചേരാന്നല്ലേ? എങ്ങനെ മനസ്സിലായി? എടി, നീ എന്റെ മോളല്ലേ. ആരെവിടെ വിഷമിക്കുന്നു അവിടെ ആശ്വസിപ്പിക്കാൻ നീ ഉണ്ടാവുമെന്ന് എനിക്കറിയാം. നീ ചെല്ല്, അവിടുത്തെ വിഷമത്തിൽ പങ്കുചേരും. ഞാൻ ഇവിടെ ബൽറാമേട്ടന്റെ വിഷമത്തിൽ പങ്കുചേരാം. ചെല്ല്. എന്നാലും ബൽറാമേട്ട കഷ്ടമായി പോയി. അതെ അതെ.
അമ്മായി ഈ തറവാട് പൊളിച്ചിട്ടായിരിക്കോ അവരാശ്രമം പണിയാ? ഏയ് അത് ഭയങ്കര കാശുചെലവുള്ള കാര്യല്ലേ. അവര് ചിലപ്പോ ഈ തറവാടിനെ ഇങ്ങനെ തന്നെ നിലനിർത്തിക്കൊണ്ട് ആശ്രമമാക്കാനായിരിക്കും പദ്ധതി. ഇപ്പൊ ഉദാഹരണത്തിന് ചില ആയുർവേദ ആശുപത്രികളൊക്കെ ഇല്ലേ, അവർ ഈ പഴയ തറവാട് വാങ്ങിച്ചിട്ട് അതിനകത്ത് ആശുപത്രി സെറ്റ് ചെയ്യും. അങ്ങനെ അമ്മാവന്റെ ആലോചന ഇതുവരെ കഴിഞ്ഞില്ലേ? എന്തെങ്കിലും ഒന്ന് പറയാമാവാ? അല്ലടാ പുണ്ണി, ഞാൻ ആലോചിക്കണതേ എന്റെ 2 കൂടപ്പിറപ്പുകൾ എന്താ ഇങ്ങനെ ആയിപ്പോയി എന്നാ. എന്തൊരു വാശിയും ദേഷ്യം രണ്ടെണ്ണത്തിന്. നേരാ, അമ്മാവനാണെങ്കിൽ 2 ഇല്ലാതെയും പോയി. മനുഷ്യരാകുമ്പോൾ ഇത്തിരി വാശും ദേഷ്യവും ഉശിരൊക്കെ വേണം. ഇതൊന്നും ഇല്ലാത്തൊരു അമ്മാവൻ. അമ്മാവാ അയ്യോ, എന്താ ഉത്തമ? ഈ കച്ചവടത്തിൽ അമ്മാവനത് ലാഭം കിട്ടി. ഏത് കച്ചവടത്തില്? അയ്യോ, ഒന്നും അറിയില്ല. അതിനടുത്ത് അമ്മാവൻ സ്ഥലക്കച്ചവടത്തിനും പോയോ? എന്താണ് അമ്മാവൻ ഇത്രയും പ്രശ്നങ്ങൾ ഇവിടെ നടക്കുമ്പോ അമ്മാവന് എങ്ങനെ ഈ സ്ഥലക്കച്ചവടത്തിനൊക്കെ പോകാൻ പറ്റണേ? ഇതാ ഞാൻ പറഞ്ഞ അമ്മാവന് യാതൊരു ഉത്തരവാദിത്വം ഇല്ലാന്ന്. എന്താടാ കുപ്പുണ്ണി നീ പറയണത്? നീ എന്താ പറയണത്? ഇവൻ എന്താ പറയണത്? നിങ്ങളൊക്കെ എന്താ പറയണെന്ന് എനിക്കൊരു പിടുത്തം കിട്ടണില്ല. അല്ല, ഞാൻ പിടുത്തം കിട്ടിച്ചു തരാം. ഈ ആശ്രമത്തിന്റെ താക്കോൽ സ്ഥാനവും ഇപ്പൊ ഉള്ള സ്വാമിനി എങ്ങാനും അഥവാ തട്ടിപ്പോയാൽ ആ സ്ഥാനത്തേക്ക് വരാമെന്ന് ഓർത്തിട്ടായിരിക്കും അമ്മായി തറവാട് ആശ്രമത്തിന് എഴുതി കൊടുക്കാന്ന് പറഞ്ഞത്. ഇതിൽ നിന്ന് അമ്മാവൻ എന്ത് കമ്മീഷൻ കിട്ടി? എനിക്കെന്ത് കമ്മീഷൻ? അപ്പൊ ഫുൾ അമ്മാവനാണോ? എന്താ നീ പറയണേ? അമ്മാവ ഇനി അങ്ങനെ ആയിരിക്കോ? എങ്ങനെ? അല്ല, എന്തെങ്കിലും സ്ഥാനമാനങ്ങൾ കിട്ടാൻ വേണ്ടിട്ടായിരിക്കോ അമ്മ തറവാട് ആശ്രമത്തിന് കൊടുക്കാന്ന് പറഞ്ഞിട്ടുണ്ടാവുക? അല്ല, കൊട്ടിലെ പാട്ടിലെ രാജ്ഞിയാണല്ലോ അമ്മ. ഞാൻ ആശ്രമത്തിൽ ചെന്നപ്പോ ആശ്രമത്തിന് രാജ്ഞിയാവൻ ആഗ്രഹിച്ചിട്ടുണ്ടാവും. അന്ന് അയൽക്കൂട്ടത്തിന്റെ മീറ്റിങ്ങിന് പോയിട്ടേ പ്രസിഡന്റ് ആക്കാതിനെ ചൊല്ലി ഇവിടെ വന്ന് കച്ചറുണ്ടാക്കി ഓർമ്മ ഉണ്ടാവോ? അങ്ങനെയൊക്കെ ആയിരിക്കുവോ? എനിക്കറിയില്ല പുണ്യേ. അതെന്താ അമ്മാവനെ അറിയാത്ത? അമ്മാവന്റെ പെങ്ങളല്ലേ? അപ്പൊ നിന്റെ അമ്മയല്ല? എന്റെ അമ്മയാവണതിന് മുമ്പ് അമ്മാവന്റെ പെങ്ങളല്ലേ? അതായത് നിർത്തിക്കേ, എന്നെ ഒഴിവാക്കാൻ വേണ്ടിട്ട് കിടന്ന് നാടകം കളിക്കണ്ട. നാടകം കളിക്കാൻ ഇവിടെ അച്ഛല്ലോ. എന്റെ ദൈവമേ, ചുമ്മാതല്ല ഈ തറവാട് കരക്കാർ കൊണ്ടുപോകാൻ പോണത്. നിന്നെ പോലത്തവരുണ്ടായിട്ടാ. നിന്റെയൊക്കെ അമ്മ രാജ്ഞിയാവോ സന്യാസിനിയാവോ അയൽക്കൂട്ടം പ്രസിഡന്റ് ആവോ എന്തുവേണം ചെയ്തോട്ടെ. പക്ഷെ പാവം എന്റെ അമ്മ എന്തിനീ നഷ്ടം സഹിക്കണം? മിസ്റ്റർ ഉത്തമൻ, യെസ്, നാത്തു സന്യാസിനെ പോയിന്ന് വെച്ചിട്ട് നിങ്ങളുടെ അമ്മയ്ക്ക് എന്ത് നഷ്ടം സംഭവിക്കാനാണ്? എന്റെ അമ്മയ്ക്ക് എന്ത് നഷ്ടമെന്നാ? അമ്മക്ക് 14 സെന്റ് സ്ഥലം ഇവിടെ ഉണ്ട്. ആ സ്ഥലം മോഹിച്ചാണ് തമിഴ്നാട്ടിലേക്ക് ഒളിച്ചോടി പോയ ഒരേ ഒരു മകൻ തിരിച്ചു വന്നത്. ആ മകനോട് നിങ്ങൾ എന്ത് സമാധാനം പറയും? ആ മകനല്ലേ ഉത്തമേട്ടൻ. അപ്പൊ എന്നോട് സമാധാനം പറഞ്ഞാൽ നിങ്ങൾക്ക് പുളിക്കുവോ? എടാ ഉത്തമ, ഈ തറവാട് പോണതിന് കൂടെ എന്റെ തൊഴുത്തും പോണ്ട. ആ സങ്കടം ഞാൻ എങ്ങനെ സഹിക്കും? ഓ, അവന്റെ തൊണുത്ത്. എടാ പുണ്ണി, 4 കുറ്റിയിൽ ഒരു പടത വലിച്ചു കെട്ടി നിനക്ക് തൊഴുത്തായി. അതുപോലാണ് എന്റെ 14 സെന്റ് സ്ഥലം. പങ്കുവേ, രാധാലക്ഷ്മി നിങ്ങളുടെ പെങ്ങളല്ലേ? നിങ്ങൾ സംസാരിച്ചാ കേൾക്കില്ലേ? കേൾക്കും, ചെവിക്ക് കുഴപ്പമൊന്നുമില്ല. അതല്ല, നമ്മൾ ഈ നാട്ടിലെ എന്തോരം പ്രശ്നങ്ങൾ നമ്മൾ ഡീൽ ചെയ്യുന്നതാ. സ്വന്തം പെങ്ങളല്ലേ, ഇത്രയും പേരുടെ പ്രശ്നമല്ലേ? ഒന്ന് പോയി സംസാരിക്കേ. ആ, സംസാരിച്ച് നോക്കാം. കണ്ടോ, ഇപ്പോഴും അമ്മാവിന്റെ ഒരു തണുപ്പം പറ്റാ. ഒന്ന് സ്ട്രോങ് ആയിട്ട് പറയാന്ന് പറയാമാവാ. ഒന്ന് മിണ്ടാണ്ട് കട കുപ്പുണ്ണിയെ. കാര്യം അറിയാണ്ട് വെറുതെ കിടന്ന് അങ്ങോട്ട് ചാടുക. ഞാൻ പറഞ്ഞു നോക്കാം. സ്വീകരിക്കുമെന്നൊന്നും എനിക്കറിയില്ല. പറഞ്ഞു നോക്കാം, അത്ര തന്നെ. എന്താടാ ഇത്? എന്തേ? മനുഷ്യനെ പേടിപ്പിച്ചറിഞ്ഞല്ലോ. അല്ല, ഞാൻ വാതില് തുറന്ന ഇതേതാണ്ട് തല്ലി പൊളിച്ച പോലെ ഉണ്ടല്ലോ വാതില് തുറന്നത്. വാതില് തുറക്കണ ശബ്ദം കേട്ടിട്ട് ചേച്ചി ഇങ്ങനെ ചെട്ടി എന്തിനാ? പിന്നെ അല്ലാണ്ട് ഇങ്ങനെ വാതില് തല്ലി പൊളിച്ച് വന്നു കഴിഞ്ഞാ പിന്നെ ആരായാലും പേടിച്ചു പോലേ? ഇത് അങ്ങനത്തെ വാതിൽ, അത് പഴയ കാലത്തുള്ള വാതിലല്ലേ, അതിനങ്ങനെ ശബ്ദമൊക്കെ ഉണ്ടാവും. പേടിച്ച് നെഞ്ചേന എടുത്തു പോയി മനുഷ്യന്. എങ്ങനെ ജയിലിൽ കിടന്നു ആലോചിക്കണേ. എന്താ നീ വന്ന കാര്യം പറയും? അല്ല, ഒന്നുമില്ല. അല്ല, ചേച്ചിക്ക് സുഖം തന്നെയല്ലേ എന്ന് അറിയാൻ വേണ്ടിട്ട്, ഭക്ഷണമൊക്കെ സമയത്തിന് കഴിക്കണില്ലേ, വിശേഷം എന്ന് അറിയാൻ വേണ്ടിട്ട് അങ്ങനെ വന്നുള്ളൂ. വല്ലാണ്ട് അയക്കണേ. ആ വന്ന പോലല്ല, ആകെ ശരീരം ആകെ അങ്ങോട്ട് ഉടഞ്ഞു പോയി ഇപ്പൊ. ആ, അല്ലേ പറഞ്ഞത്. എന്താ ജയിലില് കിട്ടണതും കൂടി ഇവിടുന്ന് തരുന്നില്ലേ? ഓ, അങ്ങനെ. ആ, മനസ്സിലായി. ചേച്ചി നാളെ മുതൽ നന്നായിട്ട് ഭക്ഷണം കഴിച്ചോളാട്ടാ. മോമ്പൊക്കെ. അല്ല ചേച്ചി, അതേ തറവാടിന്റെ കാര്യം പറയാനല്ലടാ നീ വന്നത് അല്ലേ? അതെങ്ങനെ മനസ്സിലായി? എങ്ങനെ മനസ്സിലായിന്ന്? എന്റെ പൊന്നു മോനെ,
ചേച്ചി സ്വർഗത്തിലൊന്നും ആയിരുന്നില്ലല്ലോ, ജയിലായിരുന്നില്ലേ? അവിടെ നിന്നെക്കാളും വലിയ കള്ളന്മാരെ കണ്ടിട്ട് തന്നെയാണ് ചേച്ചി ഇവിടെ വന്നിരിക്കുന്നത്. അതുകൊണ്ട് നിന്റെ രാഷ്ട്രീയ കളി ഇങ്ങോട്ട് ഇറക്കാൻ നിൽക്കണ്ട, കേട്ടല്ലോ? അങ്ങനെയൊന്നും പറയല്ലോ ചേച്ചി. ചേച്ചിക്ക് എന്തായാലും കാര്യങ്ങൾ മനസ്സിലായല്ലോ, അത് മതി. ഇനിയിപ്പോ കാര്യങ്ങൾ പറയാൻ എളുപ്പമായി. കാര്യങ്ങൾ മനസ്സിലായതുകൊണ്ടാ ഇവിടെ വന്ന് ഞാൻ ഇപ്പൊ നിക്കണേ. അതേ, കൂടുതൽ വർത്താനൊന്നും പറയാനില്ല. കുഞ്ഞേച്ചി വിചാരിച്ച കാര്യം നടക്കും. ഈ തറവാട്ടിൽ വേറെ ആൾക്കാരുണ്ട്, ഇവരൊക്കെ വഴിയാധാരാവും. അതിന് നിൽക്കരുത്. ചേച്ചി വല്യച്ഛനോട് ചെന്നിട്ട് പറയണം ഈ തറവാട് ആശ്രമത്തിന് കൊടുക്കാൻ പറ്റില്ല എന്ന്. ദൈവം തമ്പുരാൻ വിചാരിച്ചാ പോലും സീതേച്ചിയുടെ തീരുമാനത്തിൽ നിന്ന് ഒരു മാറ്റം വരുത്താന്ന് വിചാരിക്കണ്ട. അതെനിക്കറിയാം. ദൈവതമ്പുരാൻ വിചാരിച്ചാൽ നടക്കില്ല. അല്ലെങ്കിൽ എനിക്ക് ദൈവത്തോട് പ്രാർത്ഥിച്ചാ പോരെ. കുഞ്ഞേച്ചി വിചാരിച്ചാൽ നടക്കും. കുഞ്ഞേച്ചി അത് പറയണം, ഇത് മാറ്റണം. ഇവിടെ വേറെ അംഗങ്ങൾ താമസിക്കേണ്ടെന്ന് ചേച്ചിനോട് പറഞ്ഞൊന്ന് ബോധ്യപ്പെടുത്തണം. ആഹാ, ആ ബോധ്യം ഇവിടെ ഉള്ള അംഗങ്ങൾക്ക് ഉണ്ടായിരുന്നോ? ഇങ്ങനെ ഒരു മനുഷ്യ സ്ത്രീ ഇവിടെ ജീവിക്കുന്നുണ്ട് എന്നുള്ള കാര്യം ഓർമ്മയുണ്ടായിരുന്നോ നിങ്ങൾക്കൊക്കെ? എന്തോരം മനസ്സ് വിഷമിച്ചിട്ട് ചേച്ചി ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയെന്നറിയോ നിനക്ക്? അറിയോ? എടാ, മക്കളോ ചേച്ചിയുടെ ആഗ്രഹങ്ങൾക്കനുസരിച്ച് ജീവിച്ചില്ല, പോട്ടെ. പക്ഷെ നീ പങ്കി, നിന്നെ കുറിച്ച് എന്തോരം ആഗ്രഹങ്ങൾ ഉണ്ടായിരുന്നു അറിയോ ചേച്ചിക്ക് നിനക്ക്? അതേ, പറയുമ്പോ എല്ലാം പറയണല്ലോ.